PDR മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനിയും ഒരുപാട് വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസിലുണ്ട്. അപ്പോൾ ഈ പാർട്ട് 2 പാർട്ട് 1 അവിടെ കഴിഞ്ഞു. പാർട്ട് 2 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമാന്തര ശ്രേണിയിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂട്ടുകാരെല്ലാവരും വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് വീക്ഷിക്കണം. സമാന്തര ശ്രേണിയിലെ ഒരു മാർക്കും നിങ്ങൾക്ക് നഷ്ടമാവില്ല, അത് ഉറപ്പാണ്. കൃത്യമായി കൂട്ടുകാർ ഈ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക, കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ മുഴുവൻ മാർക്ക് ലഭിക്കും. ആദ്യത്തെ പാർട്ട് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്. കൂട്ടുകാർ ഒന്നാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം രണ്ടാമത്തെ പാർട്ട് കാണുക. അപ്പോൾ നമുക്ക് ഈ സെഷൻ തുടങ്ങുകയല്ലേ? ഓക്കെ, തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. If the term of the arithmetic sequence 2/9, 3/9, 4/9, 5/9, etc. are represented as x1, x2, x3, etc. then A question, x1 plus x2 plus x3 equal to dash. B question, x4 plus x5 plus x6 equal to dash. C question, find the sum of the first 9 terms. D question, what is the sum of first 300 terms? 2/9, 3/9, 4/9, 5/9 etc. എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ x1, x2, x3 etc. എന്നിങ്ങനെ എഴുതിയാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ x1 plus x2 plus x3 എന്തായിരിക്കും? ബി ക്വസ്റ്റ്യൻ x4 plus x5 plus x6 എന്തായിരിക്കും? സി ക്വസ്റ്റ്യൻ ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക എന്താണ്? ഡി ക്വസ്റ്റ്യൻ ശ്രേണിയുടെ ആദ്യത്തെ 300 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ചെയ്തു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് 2/9, 3/9, 4/9, 5/9 etc. are represented as x1, x2, x3. അപ്പോൾ 2/9, 3/9, 4/9, 5/9 etc. ഇതിനെ നമ്മൾ x1, x2, x3 എന്ന രീതിയിൽ എഴുതി പോയി കഴിഞ്ഞാൽ എ ക്വസ്റ്റ്യൻ പറയുന്നത് x1 plus x2 plus x3. x1 plus x2 plus x3. എത്രയാണ് x1? 2/9. x2 3/9. x3 4/9. എത്രയായിരിക്കും ഇതിന്റെ സമ്മ്? 2/9 plus 3/9 plus 4/9. എന്താണ് ഡിനോമിനേറ്റർ? ഛേദം 9 ആണല്ലോ. അപ്പോൾ 9. എന്ത് ചെയ്യണം? 2 plus 3 plus 4 എത്രയാണ്? 9. 9/9. 9/9 equal to 1. അപ്പോൾ എ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 1 എന്നായിരിക്കും. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് x4 plus xy plus x6. ഇതിലെ 4ാമത്തെ പദവും 5ാമത്തെ പദവും 6ാമത്തെ പദവും ആദ്യത്തെ 3 ഒരു സെറ്റ് ആയിരുന്നു. രണ്ടാമത്തെ ബി പാർട്ട് പറയുന്നത് അടുത്ത 3 ഒരു സെറ്റ്, അതിന്റെ സം മാറ്റി 5/9 plus 6/9 plus 7/9. 5 plus 6 11. 11 plus 7 18. 18/9 2. 2 is the answer. 2 ആയിരിക്കും അതിന്റെ ആൻസർ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 3 പദങ്ങളുടെ തുക 1 ആയിരുന്നു. രണ്ടാമത്തെ സെറ്റ് അടുത്ത ആ 3 പദങ്ങൾ കഴിഞ്ഞ് 4ഉം 5ഉം 6ഉം പദങ്ങളുടെ തുക 2 ആണ്. ഓക്കെ, അത് കൂട്ടുകാർ പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക. ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. ആദ്യത്തെ 3 പദങ്ങളുടെ തുക 1 ആയിരുന്നു. രണ്ടാമത്തെ 3 പദങ്ങളുടെ തുക 2 ആണ്. അപ്പോൾ മൂന്നാമത്തെ 3 പദങ്ങളുടെ തുക എന്തായിരിക്കും? സെറ്റ് 3 ആയിരിക്കും. അപ്പോൾ 1 plus 2 plus 3 equal to 6 ആയിരിക്കും സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആദ്യത്തെ 3 പദങ്ങൾ ആഡ് ചെയ്തപ്പോൾ കൂട്ടിയപ്പോൾ 1 കിട്ടി. പിന്നീടുള്ള 3 പദങ്ങൾ അടുത്ത 3 സെറ്റ്
കേട്ടോ. രണ്ടാമത്തെ സെറ്റ്, ആദ്യത്തെ സെറ്റ് ആദ്യത്തെ 3 പദങ്ങൾ, രണ്ടാമത്തെ സെറ്റ് 3 4 4 5 6. ഓക്കെ, അത് 2 കിട്ടി. അപ്പോൾ 7 8 9 അടുത്ത സെറ്റ് എത്രയായിരിക്കും? 3. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് കിട്ടുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 300 ടേംസ്? ഈ ശ്രേണിയിലെ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 300 പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും കൃത്യമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ശ്രദ്ധിക്കുക, ആദ്യത്തെ 3 പദങ്ങളുടെ തുകയാണ് 1. പിന്നെ രണ്ടാമത്തെ സെറ്റ് ഏതാണ്? 4 5 6 പദങ്ങളുടെ തുകയാണ് 2. അപ്പൊ 2 സെറ്റ് ആയല്ലോ. അടുത്ത മൂന്നാമത്തെ സെറ്റ് 9 വരെ ആവുമ്പോൾ എത്രയായിരിക്കും? 3. അങ്ങനെയാണെങ്കിൽ 300 ടേംസിന്റെ സമ്മാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 300ൽ എത്ര സെറ്റുകൾ ഉണ്ടായിരിക്കും? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ 3 ആദ്യത്തെ 3 പദങ്ങളുടെ തുക സം എത്രയാണ്? 1. പിന്നീടുള്ളത് 3 പദത്തിന്റെ തുക 2. പിന്നീടുള്ള എത്രയാണ്? 3. അങ്ങനെ പോയി കഴിഞ്ഞാൽ 300 ടേംസ് ആവുമ്പോൾ എത്രയായിരിക്കും? 100. 300/3 = 100. കണ്ടോ? അതിന് സം എത്രയായിരിക്കും? 100. ഓക്കെ, അവസാനത്തെ 300ാമത്തെ സെറ്റ്, 300 പദങ്ങളിൽ 100ാമത്തെ സെറ്റ്, ആദ്യത്തെ 3 പദങ്ങൾ 1ാമത്തെ സെറ്റ്, പിന്നീടുള്ള 3 പദങ്ങൾ 2ാമത്തെ സെറ്റ്, പിന്നീടുള്ള 3 പദങ്ങൾ 3ാമത്തെ സെറ്റ്. അങ്ങനെ 300 ടേംസ് പദങ്ങൾ ഉണ്ടെങ്കിൽ അവസാനത്തെ സെറ്റ് എത്ര ആയിരിക്കും? അതിന്റെ സമ്മ ആ സെറ്റിന്റെ 3 പദങ്ങളുടെ തുക എത്രയായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 300 പദങ്ങളുടെ തുക കാണാം. എന്താണ്? 1 + 2 + 3 + etc. + 100 അല്ലേ? 1 + 2 + 3 + etc. + 100 എന്താണ്? 100 എണ്ണൽ സംഖ്യകളുടെ തുക, 100 കൗണ്ടിംഗ് നമ്പേഴ്സിന്റെ സം. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n × n + 1/2. നമ്മൾ പഠിച്ചില്ലേ? n × n + 1/2. ഇവിടെ എത്രയാണ്? 100. 100 × 100 + 1/2. 100 × 101/2. 250. ഓക്കെ, കട്ട് ചെയ്തു. 50 × 101 = 5050. ഓക്കെ, കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? കൃത്യമായി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കുക, നോക്കി കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എ ബി സി, അതിൽ നിന്ന് ഡി നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, ഇത്തരം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക എന്നതാണ് പ്രാധാന്യം അറിയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ഇത് കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാ കൂട്ടുകാർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The second term of an arithmetic sequence is 8 and common difference is 3. A question, write the sequence. B question, what is the 12th term of the sequence? ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 8ഉം പൊതുവ്യത്യാസം 3ഉമാണ്. A question, ശ്രേണി എഴുതുക. B, ശ്രേണിയുടെ 12ാം പദം എത്രയാണ്? ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പദം സെക്കൻഡ് ടേം 8, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സീക്വൻസ്. കൂട്ടുകാർ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ശ്രദ്ധാപൂർവം ആൻസർ ചെയ്യണം. കാരണം തന്നിരിക്കുന്നത് രണ്ടാമത്തെ പദമാണ്. പല കുട്ടികളും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒന്നാമത്തെ പദമാക്കി എടുത്തുകൊണ്ട് സീക്വൻസ് എഴുതാറുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചതിന് ശേഷം മാത്രമേ കൂട്ടുകാർ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ x2 = 8, രണ്ടാം പദമാണ് 8. അപ്പോൾ ഒന്നാം പദം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടാം പദത്തിൽ നിന്നും ഒരു പൊതുവ്യത്യാസം മൈനസ് ചെയ്താൽ, ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? ഒന്നാം പദം കിട്ടും. അതായത് x1 ഒന്നാം പദം = x2 - d. x2 8 - d 3. 8 - 3 5. അപ്പോൾ ഒന്നാം പദം കിട്ടി. ഇനി നമുക്ക് ശ്രേണി എഴുതിക്കൂടെ?
എഴുതാം. സീക്വൻസ് ചെയ്ത് കൂടെ ഫസ്റ്റ് ടേം 5, സെക്കൻഡ് ടേം 8, കോമൺ ഡിഫറൻസ് 3 ആണ്. 8 + 3 11 എക്സെട്ര. ഓക്കെ, ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്രേണിയുടെ 12ാം പദം എത്രയാണ്? ഓക്കെ, വാട്ട് ഈസ് ദ 12th ടേം ഓഫ് ദി സീക്വൻസ്? വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാലോ. nth ടേം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. xn = dn + f - d. d എത്രയാണ്? 3 ആണ്. n 12 plus f 5 minus d 3. 3 into 12 36. 5 minus 3 2. 36 plus 2 38. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രദ്ധയോടുകൂടി ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് 2 മാർക്ക് ലഭിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നോക്കി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The 5th term of an arithmetic sequence is 38 and 8th term is 62. A question, what is the common difference of the sequence? B question, will the difference between any two terms of the sequence be 100? Why? ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 38, 8ാം പദം 62 ആണ്. ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ? എന്തുകൊണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ പദം 5th ടേം 38 ആണ്. അതുപോലെ തന്നെ 8th ടേം 62 ആണ്, 62 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ്? ഇതിന്റെ പൊതുവ്യത്യാസമാണ് ചോദിക്കുന്നത്. പൊതുവ്യത്യാസം കാണാനുള്ള എല്ലാ മാർഗങ്ങളും കൂട്ടുകാർ കൃത്യമായിട്ട് പഠിച്ചിരിക്കും. അടുത്തടുത്ത 2 നമ്പറുകൾ കിട്ടിയാൽ ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുമ്പിലുള്ള നമ്പർ മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? പൊതുവ്യത്യാസം കിട്ടും. ദൂരത്തുള്ള 2 വ്യത്യസ്ത പൊസിഷനിലുള്ള 2 നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാനും കൂട്ടുകാർ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദങ്ങളുടെ വ്യത്യാസം ഹരിക്കണം പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇത് കൃത്യമായിട്ട് കൂട്ടുകാർ പഠിച്ചിട്ടുണ്ട്. D = ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. എത്രയാ ടേമുകൾ? 62 മൈനസ് 38 ഡിവൈഡഡ് ബൈ ഹരിക്കണം 62 8th പൊസിഷനിലാണ്. അപ്പോൾ 8 മൈനസ് 38 5th പൊസിഷനിലാണ്. 8 മൈനസ് 5. 62 minus 38 24 divided by 8 minus 5 3. 24 by 3 8. അപ്പോൾ 8 ആയിരിക്കും അതിന്റെ പൊതുവ്യത്യാസം. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, will the difference between any two terms of the sequence be 100? ഈ ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ? കഴിഞ്ഞ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒരു ശ്രേണിയിലെ ഏതെങ്കിലും 2 പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും, പൊതുവ്യത്യാസത്തിന്റെ ഗുണിതങ്ങളായിരിക്കും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ 100നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 8 ആരാണ്? കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. അപ്പൊ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 100 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് വരുമ്പോൾ നമുക്ക് 4 ശിഷ്ടം വരും, 4 ശിഷ്ടം വരും, 4 റിമൈൻഡർ വരും. അതുകൊണ്ട് തന്നെ 2 പദങ്ങളുടെ, ഈ ശ്രേണിയിലെ 2 പദങ്ങളുടെ വ്യത്യാസം ഒരിക്കലും എന്താവില്ല? 100 ആവില്ല. 100 ആവണമെങ്കിൽ, വ്യത്യാസം ആവണമെങ്കിൽ എന്താവണം? പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുമ്പോൾ, ഡിവൈഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയണം. പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ സാധിക്കാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, the sum of first n terms of an arithmetic sequence is n² + 2n. അതിലെ ക്വസ്റ്റ്യൻ, what is the first term? B question, find the common difference. C question, what is the sum of
first 20 terms of the sequence. D question, prove that the sum of continuous terms starting from the first of the sequence 3, 5, 7, etc. added to 1 gives a perfect square. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n സ്ക്വയർ പ്ലസ് 2n ആണ്. എ ക്വസ്റ്റ്യൻ, ആദ്യ പദം എന്ത്? ബി ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം എന്താണ്? സി ക്വസ്റ്റ്യൻ, ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്ര? ഡി ക്വസ്റ്റ്യൻ, 3, 5, 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയോട് 1 കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമെന്ന് തെളിയിക്കുക. വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക n സ്ക്വയർ പ്ലസ് 2n എന്നാണ്. Sum of first n terms of an arithmetic sequence is n square plus 2n. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? എന്തായിരിക്കും അതിന്റെ ഫസ്റ്റ് ടേം എന്നാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. nth ടേം ആണെങ്കിലും സം ആണെങ്കിലും nth ടേമിന്റെ ബീജഗണിതമാണെങ്കിലും nth ടേമിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിലും സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിലും എന്നിന് പകരം 1 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, n പകരം 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ n സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 2 ഈക്വൽ ടു 3 ആയിരിക്കും അതിന്റെ ആദ്യ പദം. ഓക്കെ, 3 ആയിരിക്കും അതിന്റെ ആദ്യ പദം. ബി ക്വസ്റ്റ്യൻ, പൊതുവ്യത്യാസം എത്രയാണ് എന്നാണ് ചോദിച്ചത്. പൊതുവ്യത്യാസം നമ്മുടെ ബീജഗണിത രൂപത്തിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോമിൽ നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും? അതിന്റെ പൊതുവ്യത്യാസം കണ്ടെത്താൻ അറിയാം. എന്നിനോട് ചേർന്ന് കിടക്കുന്ന ആളാണ് ആര്? പൊതുവ്യത്യാസം നമ്മൾ പഠിച്ചതാണ്. ഇവിടെയും അത്തരത്തിലൊരു ചെറിയ പ്രത്യേകതയുണ്ട്. സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ, സമ്മിന്റെ ആൽജിബ്രായിക്, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷനാണ്. ഇതിലെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണണമെങ്കിൽ n സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന നമ്പർ എത്രയാണോ, എത്രയവിടെ 1 ആണ് അല്ലെ? n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അതിന്റെ ഇരട്ടിയായിരിക്കും, അതിന്റെ 2 മടങ്ങായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ എത്രയായിരിക്കും പൊതുവ്യത്യാസം? 1 × 2 ആയിരിക്കും അതിന്റെ പൊതുവ്യത്യാസം. ഇവിടെ 2 ആണെങ്കിലോ 2 × 2 4 ആയിരിക്കും അതിന്റെ പൊതുവ്യത്യാസം. കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്. ബീജഗണിത രൂപം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപമാണെങ്കിൽ അതിലെ എന്നിനോട് ചേർന്ന് കിടക്കുന്നത് ആരാണോ അതാണ് എന്ത്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. സം ആണെങ്കിൽ, സമ്മിന്റെ ബീജഗണിത രൂപമാണെങ്കിൽ, ആൽജിബ്രായിക് എക്സ്പ്രഷൻ ആണെങ്കിൽ n സ്ക്വയറിനോട് ചേർന്ന് കിടക്കുന്ന ആളിന്റെ 2 മടങ്ങ്. 1 ആവുമ്പോൾ 1 × 2 2, 3 ആവുമ്പോഴോ 3 × 2 6. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ, ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക. സിമ്പിൾ ആയിട്ട് കാണാലോ. Sn = n സ്ക്വയർ പ്ലസ് 2n ആണെങ്കിൽ എന്നിന് പകരം എന്ത് കൊടുത്താൽ മതി? 20 എന്ന് കൊടുത്താൽ മതി. 20 പദങ്ങളുടെ തുകയാണല്ലോ. 20 സ്ക്വയർ പ്ലസ് 2 × 20, 20 സ്ക്വയർ ഈക്വൽ ടു 400. 400 പ്ലസ് 2 × 20 40. 400 പ്ലസ് 40 440. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ഇനി ഡി ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3, 5, 7 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയോട് 1 കൂട്ടിയാൽ എത്രയാണ്? 1 കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗം കിട്ടുമെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3, 5, 7 ഏത് സീക്വൻസ് ആണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ട n സ്ക്വയർ പ്ലസ് 2n സമ്മിന്റെ ബീജഗണിത രൂപം n സ്ക്വയർ പ്ലസ് 2n ആയ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ് 3, 5, 7. 3, 5, 7. അപ്പോൾ 3 ആണ് ഫസ്റ്റ് ടേം ആണല്ലോ, 2 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 3 + 2 5, 5 + 2 7. അപ്പോൾ ഇതാണ് അതിന്റെ സമ്മിന്റെ ബീജഗണിത രൂപം, തുകയുടെ ബീജഗണിത രൂപം, സമ്മിന്റെ ആൽജിബ്രായിക് എക്സ്പ്രഷൻ n സ്ക്വയർ പ്ലസ് 2n.
അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n കൂടി 1 ആഡ് ചെയ്താൽ, അതല്ലേ ചോദിക്കുന്നത്, 1 കൂട്ടിയാൽ പ്ലസ് 1 ഞാൻ ആഡ് ചെയ്തു. ഇതെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർട്ട് 1 നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് ഓർമ്മയുണ്ടോ? n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 എന്തായിരിക്കും? ഐഡന്റിറ്റി ഓർമ്മ വരണം. a plus b whole square equal to a square plus 2ab plus b square. n plus 1 whole square equal to n square plus 2n plus 1. അപ്പോൾ n square plus 2n plus 1 എന്താണ്? n plus 1 the whole square. ഈ n plus 1 whole square എന്ന് പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അല്ലേ? ഒരു പൂർണ്ണവർഗ്ഗമല്ലേ? is a perfect square. n plus 1 എന്താണ്? whole square equal to n plus 1 whole square എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡി ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? 3, 5, 7 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ തുടർച്ചയായ പദങ്ങളുടെ തുകയോടുകൂടി 1 കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പൂർണ്ണവർഗ്ഗം കിട്ടുമെന്ന് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ തെളിയിച്ചു. കൂട്ടുകാർക്കെല്ലാം മനസ്സിലായില്ലേ? കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The sum of first and 21st terms of an arithmetic sequence is 140. A question, what is the 11th term? B question, write the sequence if the first term is 10. C question, calculate the sum of first 11 terms of this sequence. D question, find the sum of first 11 terms of the sequence 20, 25, 30, etc. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദത്തിന്റെയും 21ാമത്തെ പദത്തിന്റെയും തുക 140 ആണ്. എ, 11ാം പദം എത്രയാണ്? ബി, ആദ്യ പദം 10 ആയാൽ ശ്രേണി എഴുതുക. സി, ഈ ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കണക്കാക്കുക. ഡി ക്വസ്റ്റ്യൻ, 20, 25, 30, etc. എന്ന ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The sum of first and 21st terms of an arithmetic sequence is 140. ഒന്നാമത്തെ പദത്തിന്റെയും 21ാമത്തെ പദത്തിന്റെയും തുകയാണ് 140 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ 11ാമത്തെ പദം കാണാനാണ്, x11. ഈ 11ാമത്തെ പദത്തിന് ഈ ക്വസ്റ്റ്യനിൽ ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പദത്തിന്റെയും 21ാമത്തെ പദത്തിന്റെയും മധ്യത്തിലുള്ള മിഡിൽ ടേം ആണ് ആര്? 11ാമത്തെ പദം അല്ലെ? 1 മുതൽ 21 വരെ 21 നമ്പറുകളുണ്ട്. അതിന്റെ മധ്യത്തിലുള്ള ആളാരാണ്? 11. ആ മിഡിൽ ടേം കാണാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാം. ഒന്നാമത്തെ പദവും 21ാമത്തെ പദവും കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മിഡിൽ ടേം കാണാം. എന്ത് ചെയ്താൽ മതി? 140യുടെ ഹാഫ് ആയിരിക്കും അതിന്റെ മിഡിൽ ടേം. പഠിച്ചതല്ല നമ്മൾ. കൂട്ടുകാരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കുക. ഒന്നാമത്തെ പദത്തിന്റെയും 21ാമത്തെ പദത്തിന്റെയും സം 140 ആണെങ്കിൽ അതിന്റെ ഒത്ത നടുക്കുള്ള 11ാമത്തെ പദം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ സമ്മിന്റെ ഹാഫ് ആയിരിക്കും മിഡിൽ ടേം. അപ്പോൾ x11 എത്രയായിരിക്കും? 70. മനസ്സിലായല്ലോ? ഓക്കെ. ബി ക്വസ്റ്റ്യൻ, ആദ്യ പദം 10 ആയാൽ ശ്രേണി എഴുതാൻ പറഞ്ഞു. ആദ്യ പദം x1 10 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x1 10 ആണ്, x11 ഇവിടെ എന്താണ്? 70 ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാം? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കാണാം. അപ്പോൾ ഡി നേരത്തെ നമ്മൾ ചെയ്തല്ലോ, ഈ പാഠത്തിൽ തന്നെ നേരത്തെ നമ്മൾ ചെയ്തല്ലോ അല്ലെ? പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പദസ്ഥാനങ്ങളുടെ വ്യത്യാസം. 70 minus 10 divided by 11 minus 1. 70 minus 10 equal to 60. 11 minus 1 equal to 10. 60 by 10 equal to 6 ആയിരിക്കും അതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. ഇനി ശ്രേണി കൂടെ 10 ഫസ്റ്റ് ടേം plus 6 16 plus 6 22 plus 6 28 etc. ഇതായിരിക്കും അതിന്റെ ശ്രേണി. ഇനി സി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഈ ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കാണുക. 11 പദങ്ങളുടെ തുക കാണാൻ നമ്മൾ പറയുമ്പോൾ നമ്മളെ ചിന്ത പെട്ടെന്ന് അങ്ങോട്ട് പോകും. സമാന്തര ശ്രേണിയുടെ തുക കാണാനുള്ള ഇക്വേഷനിലേക്ക് പോകും. n/2 into 2f plus n minus 1 into d, അല്ലെങ്കിൽ n/2 into x1 plus xn അല്ലേ? അതല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
അതിന്റെ ഈ ശ്രേണിയുടെ 11 പദങ്ങളുടെ തുക കാണാൻ പറ്റും. അതിനുള്ള മുന്നൊരുക്കമാണ് എ പാർട്ടും ബി പാർട്ടും, എ ക്വസ്റ്റിനും ബി ക്വസ്റ്റിനും. അപ്പൊ ശ്രദ്ധിക്കുക, സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. ഓഡ് നമ്പറിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. കാരണം എന്താണ്? ഓഡ് നമ്പറിൽ മാത്രമേ കൃത്യമായിട്ടൊരു മിഡിൽ ടേമിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെ? ഈവൻ നമ്പർ ആണെങ്കിൽ, ഈവൻ നമ്പർ ആണെങ്കിൽ പറ്റുമോ? ഇപ്പോ 2, 4, 6, 8 അതിന്റെ മിഡിൽ നമ്പർ 4 നമ്പറുകളാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം 2 എണ്ണം വരുന്നില്ലേ? 5 ആണെങ്കിലോ 3 എണ്ണം. മൂന്നാമത്തെ എന്തായിരിക്കും? അതിന്റെ മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ ഓഡ് നമ്പറിൽ മാത്രമേ ഈ ഒരു കാര്യം അപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സം ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. തുക എന്ന് പറഞ്ഞാൽ മധ്യപദത്തെ, എന്താണ് ആ എത്ര ടേമുകളാണോ നമ്മൾ കാണുന്നത് അതിന്റെ മധ്യപദത്തെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ, മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? അതിന്റെ തുക കിട്ടി. അപ്പോൾ ഇവിടെ 11 പദങ്ങളുടെ തുക കാണാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ആ 11 പദങ്ങളാണെങ്കിൽ അതിന്റെ മിഡിൽ ടേം, അതിന്റെ മധ്യപദം ആരായിരിക്കും? 6ാമത്തെ പദമായിരിക്കും, അല്ലെ? 6th ടേം ആയിരിക്കില്ലേ? എന്നാലോചിച്ച് നോക്കൂ, 11 1 മുതൽ 11 വരെ അതിന്റെ കൃത്യം നടുക്കാലായിരിക്കും 6, ശരിയല്ലേ? അപ്പോൾ 6ാമത്തെ പദത്തെ, നമ്പർ ഓഫ് ടേം എത്രയാണ്? 11 പദങ്ങളുടെ തുക കാണാനാണ്, സം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റു 11. അപ്പൊ 6ാമത്തെ പദം എങ്ങനെ കാണും? 6ാമത്തെ പദം കാണാൻ എളുപ്പമല്ലേ? 1ാമത്തെ പദം 10 ആണല്ലോ. 10നോട് കൂടി എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാണ്, എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 6ാമത്തെ പദം കിട്ടുക? 5 പൊതുവ്യത്യാസം. 10 പ്ലസ് 5 ഇൻറ്റു 6, 10 പ്ലസ് 5 ഇൻറ്റു 6 30. അപ്പോൾ 10 പ്ലസ് 30 40, അല്ലെ? ഇങ്ങനെ കാണും. അല്ലെങ്കിലോ നമ്മൾ നേരത്തെ കണ്ട പോലെ എന്താണ്? 6ാമത്തെ പദം കാണണമെങ്കിൽ ഇതാ 1ാമത്തെ പദം ഇവിടെ എത്രയാണ്? 10 ആണ്. 11ാമത്തെ പദം എത്രയാണ്? 70 ആണ്. ഇവിടെ കണ്ട പോലെ ഇതാ 140/2 ചെയ്തില്ലേ? 1ാമത്തെ പദം 10ഉം 11ാമത്തെ പദം 70 ആണെങ്കിൽ 70 പ്ലസ് 10 80, അല്ലെ? 80ന്റെ പകുതി 40, 40 അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6ാമത്തെ പദം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ 6ാമത്തെ പദം കിട്ടി. നമ്പർ ഓഫ് ടേംസ് നമുക്കറിയാം. അപ്പോൾ 11 പദങ്ങളുടെ തുക എത്രയായിരിക്കും? 40 ഇൻറ്റു 11, 40 ഇൻറ്റു 11, 440 ആയിരിക്കും ഈ ശ്രേണിയിലെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക. കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അതിലെ ഡി ക്വസ്റ്റ്യൻ 20, 25, 30 എക്സെട്ര എന്ന ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടും ബി പാർട്ടും സി പാർട്ടും നമ്മൾ എഴുതി. അപ്പോൾ ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ ഡിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആശയങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് കൂട്ടുകാർ മനസ്സിലാക്കുക. 20, 25, 30 11 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ തുക കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തുക കാണാനുള്ള സമവാക്യം നമുക്കറിയാം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 11 ആണ്. ഇതിന്റെ മിഡിൽ ടേം കാണും. ഈ 11 പദങ്ങളുടെ മിഡിൽ ടേം. അപ്പോൾ 6ാമത്തെ പദം നമുക്ക് കാണണം, അല്ലെ? 6ാമത്തെ പദം എത്രയാണ്? ഇതിന്റെ 11ാമത്തെ പദം എത്രയാണ്? 11ാമത്തെ പദം 20 ഫസ്റ്റ് ടേം പ്ലസ് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 11ലേക്ക് എത്ര? 10 കോമൺ ഡിഫറൻസ്. 10 ഇൻറ്റു 5 50. അപ്പോൾ 70 ആയിരിക്കും അതിന്റെ എത്രയാണ്? 11ാമത്തെ പദം. അപ്പോൾ 6ാമത്തെ പദം നമുക്ക് കാണാം. മിഡിൽ ടേം എന്നൊക്കെ കാണാം. മധ്യപദം നമുക്ക് കാണാം. അപ്പോൾ 1ാമത്തെ പദം 20 പ്ലസ് 11ാമത്തെ പദം 70/2 ചെയ്താൽ അതിന്റെ കൃത്യം മധ്യത്തിലുള്ള മിഡിൽ ടേം ആയിട്ടുള്ള x6 കിട്ടും. 6ാമത്തെ പദം 90/2 ഈക്വൽ ടു 45. അപ്പോൾ ഇതിന്റെ സം കണ്ടുകൂടെ? ഇനി വളരെ ഈസി ആയിട്ട് സം S11 ഈക്വൽ ടു x6 ഇൻറ്റു 11. ഈ x6 എന്താണ്? മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ അത് ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? 45 ഇൻറ്റു 11 ഈക്വൽ ടു 495. ഓക്കെ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. കൂട്ടുകാർ ഈ ആശയങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം, പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. The algebraic form of an arithmetic sequence is 4n plus 1. Write its first 3 terms. Check whether 101 is a term of this sequence. ബീജഗണിത രൂപം 4n പ്ലസ് 1 ആയ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. 101 ഈ ശ്രേണിയിലെ
പദമാണോ എന്ന് പരിശോധിക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, the algebraic form of an arithmetic sequence is 4n plus 1. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n plus 1 ആണ്. Write its first 3 terms. അതിന്റെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. ആ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. xn equal to 4n plus 1. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയായിരിക്കും? 4 into 1. എന്നിന് പകരം എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. 4 into 1 plus 1, 4 plus 1, 5 ആയിരിക്കും അതിന്റെ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് പറയൂ. എന്നിനോട് ചേർന്ന് കിടക്കുന്നത്, എന്നിനോട് ചേർന്ന് കിടക്കുന്നത് ആരാണത്? 4 ആയിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിയാൽ നമുക്ക് ശ്രേണി എഴുതി കൂടെ, സീക്വൻസ് എഴുതി കൂടെ എഴുതാം. 5 plus 4 9, 9 plus 4 13 etc. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിലെ 101 ഒരു പദമാകുമോ? ചെക്ക് whether 101 is a term of this sequence. അപ്പോൾ ഈ ശ്രേണിയിലെ പദമാകണമെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് നോക്കൂ. 5 ഒരു പദമാണ്, ആദ്യത്തെ ടേം ആണല്ലേ. അതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം റിമൈൻഡർ 1 ആണ്. 9നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. ഇതിലെ ഏത് ടേമിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടണം? 1 കിട്ടണം. സെയിം ആയിരിക്കണം. കൂട്ടുകാർക്ക് അറിയാലോ. അപ്പോൾ 101 ഒരു ടേം ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യാം? 101നെ 4 കൊണ്ട്, 4 ആരാണ്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. 1 കിട്ടിയത് കൊണ്ട് 101 is a term of this sequence. 101 എന്താണ്? ഈ ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് കൂട്ടുകാർ പ്രാക്ടീസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, the medians of first 15 terms of 2 arithmetic sequence with same common difference are 25 and 28. A. Find the sum of first 15 terms of these 2 arithmetic sequence. B. What is the difference between the sum of first 100 terms of these 2 sequence? ഒരേ പൊതുവ്യത്യാസമുള്ള 2 സമാന്തര ശ്രേണികളുടെ ആദ്യത്തെ 15 പദങ്ങളുടെ മധ്യമങ്ങൾ യഥാക്രമം 25, 28 ഇവയാണ്. എ. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണുക. ബി. ഈ സമാന്തര ശ്രേണികളുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം എന്ത്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The median of first 15 terms of 2 arithmetic sequence with same common difference. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെയിം കോമൺ ഡിഫറൻസ് ആർ 25 and 28. അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ മധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ 2 സമാന്തര ശ്രേണികൾ ഇവിടെ ഉണ്ട്. അതിന്റെ 15 പദങ്ങൾ. ഓക്കെ, ഒരേ പൊതുവ്യത്യാസമാണെന്ന് കൃത്യമായി കൂട്ടുകാർ ആലോചിക്കുക. 2 സമാന്തര ശ്രേണികളുണ്ട്. ആദ്യത്തെ 15 പദങ്ങളുടെ മധ്യമങ്ങൾ 25ഉം 28. അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര ശ്രേണികളുടെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മീഡിയൻ 25 മീഡിയൻ മധ്യപദം 25 ശ്രേണിയുടെ 15 പദങ്ങളുടെ തുക എന്ന് കണ്ടു നോക്കാം. എന്താണ് തുക കാണാനുള്ള സമവാക്യം? ഇക്വേഷൻ പഠിച്ചില്ലേ? മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം, മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. മധ്യപദം കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 25 ഇൻറ്റു എത്ര ടേംസ് ആണ്? 15 ടേംസ്, 375. വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അടുത്ത മീഡിയൻ 28 ശ്രേണി, അതിലെ 15 പദങ്ങളുടെ തുക. മിഡിൽ ടൈം 28 ആണ് ഇൻറ്റു നമ്പർ ഓഫ് ടേം 15. 28 ഇൻറ്റു 15 ഈക്വൽ ടു 420.
അപ്പോൾ വളരെ ഈസി ആയിട്ട് സമാന്തര ശ്രേണികളുടെ ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും ആദ്യത്തെ 15 പദങ്ങളുടെ തുക നമുക്ക് കാണാൻ കഴിയും. കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഈ സമാന്തര ശ്രേണികളുടെ ആദ്യത്തെ 100 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം എന്ത് എന്നാണ് ചോദിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ 100 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം കാണുന്നതിന് മുമ്പേ നമുക്ക് 15 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം ഒന്ന് കണ്ടു നോക്കാം. അതിന്റെ പ്രത്യേകത മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 100 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം കണ്ടെത്താം. നമുക്കറിയാം ആദ്യത്തെ, അതായത് 25 മധ്യമമായ മിഡിൽ നമ്പറായ മീഡിയനായ സമാന്തര ശ്രേണിയിലെ 15 പദങ്ങളുടെ തുകയാണ് 375. അതുപോലെ തന്നെ 28 മധ്യമമായ മീഡിയനായ പദങ്ങളുടെ തുകയാണ് 15 പദങ്ങളുടെ തുകയാണ് 420. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി. ഇനി അതിന്റെ വ്യത്യാസം ഒന്ന് കണ്ടുനോക്കാം. 15 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം 420 മൈനസ് 370 എത്ര കിട്ടി? 45. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതിന്റെ എത്രയാണ്? 45. ഇനി കൂട്ടുകാരെല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. 15 പദങ്ങളാണ് അല്ലെ? ആദ്യത്തെ സമാന്തര ശ്രേണിയിലെ മധ്യപദം 25 ആണ്. 15 പദങ്ങളിലെ മധ്യപദം എത്രയാണ്? 25 ആണ് അല്ലേ? രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലെ 15 പദങ്ങളിലെ മധ്യപദം എത്രയാണ്? 28 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ മധ്യപദം എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? 15 പദങ്ങളാണെങ്കിൽ എത്രയായിരിക്കും? 8ാമത്തെ പദം ആണല്ലോ. 7 പദവും നടുവിലാരാണ്? 8ാമത്തെ പദം. 8ാമത്തെ പദമാണ് ആദ്യത്തെ സമാന്തര ശ്രേണിയിലെ 8ാമത്തെ പദമാണ് 25. രണ്ടാമത്തെ സമാന്തര ശ്രേണിയിലെ 8ാമത്തെ പദമാണ് 28. അവ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 28 മൈനസ് 25 എത്രയാണത്? 3 ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 AP വിത്ത് സെയിം കോമൺ ഡിഫറൻസ്. 2 APയുടെയും കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഇതിലെ ഏത് രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസും എന്തായിരിക്കും? 3 ആയിരിക്കും. പൊതുവ്യത്യാസത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടാണ്. പൊതുവ്യത്യാസത്തിന് മാറ്റമുണ്ടെങ്കിൽ ഈ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവില്ല, സെയിം ആവില്ല. ഇപ്പോൾ പൊതുവ്യത്യാസം സെയിം ആയതുകൊണ്ട് ഈ സമാന്തര ശ്രേണിയുടെയും ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട് ഇതിലെ 8th ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, 7th ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, 6th ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, ഫസ്റ്റ് ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ ഏത് രണ്ട് ടേമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 8 ആണെങ്കിൽ ഇവിടെ 8, ഇവിടെ 9 ആണെങ്കിൽ 9, അത്തരത്തിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ആ ക്രമം നോക്കിയിട്ടുള്ള വ്യത്യാസം സെയിം ആയിരിക്കും. ഇവിടെ അത് ആ ഡിഫറൻസ് എത്രയാണ്? 3 ആണ് അല്ലെ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടേണ്ടത് 45 എന്നാണ് അല്ലെ? 45 ആണ് ഇതിന്റെ വ്യത്യാസം അല്ലെ? അപ്പോൾ ഈ 3യെ ആ ഒരു ടേമിന്റെ വ്യത്യാസത്തെ നമ്പർ ഓഫ് ടേം കൊണ്ട്, എത്ര ടേമുകളുണ്ട് ഇവിടെ? 15 പദങ്ങളുണ്ട്. 3യെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആരെ കിട്ടുന്നത്? 45 കിട്ടുന്നത്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 15 ടേംസ് of these two arithmetic sequence equal to 3 into 3 ആരാണ്? ഇതിലെ ടേമിന്റെ ഡിഫറൻസ് അല്ലെ? നമുക്ക് കിട്ടിയില്ലേ അല്ലെ? 28 മൈനസ് 25. ഇതിലെ അങ്ങനെയുള്ള ഏത് രണ്ട് ടേമുകൾ തമ്മിൽ മൈനസ് ചെയ്താലും എന്ത് കിട്ടും? 3 എന്നാണ് ആൻസർ കിട്ടുക. കൂട്ടുകാർ മനസ്സിലായ കാര്യങ്ങൾ. അപ്പോൾ 3 into നമ്പർ ഓഫ് ടേംസ്. എത്ര ടേമുകൾ ഉണ്ട് ഇവിടെ? 15 ടേമുകൾ ഉണ്ട്. അപ്പോൾ 3 into 15 ആണ് 45. അങ്ങനെയാണ് ഈ 45. ഓക്കെ, ഇപ്പോൾ ഇനി കൂട്ടുകാർക്ക് കൃത്യമായിട്ട് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 100 പദങ്ങളുടെ വ്യത്യാസം കണ്ടൂടെ? ഈ രണ്ട് സമാന്തര ശ്രേണികളുടെയും വളരെ ഈസി ആയിട്ട് കാണാം അല്ലെ? 3 ആണ് എന്ത്? ഈ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം. എത്ര ടേമുകൾ ഉണ്ട്? 100 ടേമുകൾ അല്ലെ? അപ്പൊ 3 into 100 equal to 300. കണ്ടോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ആൻസർ കിട്ടും.
അപ്പോൾ ആദ്യം 15 പദങ്ങളുടെ ടേമിന്റെ വ്യത്യാസം പറഞ്ഞത് കൂട്ടുകാർക്ക് കൃത്യമായിട്ട് ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 100 ടേംസ് ഓഫ് ദീസ് ടു സീക്വൻസസ്, അരിത്തമെറ്റിക് സീക്വൻസസ്. ഓക്കെ, അപ്പോൾ 3 into 100 എത്രയായിരിക്കും? 300 ആണ് അതിന്റെ ആൻസർ വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരേ പൊതുവ്യത്യാസമുള്ള രണ്ട് സീക്വൻസ് ആണ്. അതുകൊണ്ടാണ് ഈ 28 - 25 3 അതിന്റെ 7th ടേമും എന്തായിരിക്കും? 3 ആയിരിക്കും. ഏത് ടേമുകളുടെ വ്യത്യാസം എന്തായിരിക്കും? അങ്ങനത്തെ ടേമുകളുടെ വ്യത്യാസം എന്തായിരിക്കും? 3 ആയിരിക്കും. മനസ്സിലായില്ല കൂട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വീണ്ടും ഈ വീഡിയോ കാണുക. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമാന്തര ശ്രേണികളിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനിലൂടെ നമ്മളിപ്പോൾ കടന്നുപോയി. ആദ്യത്തെ പാർട്ടിലും ഈ പാർട്ടിലും. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യനിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ സമാന്തര ശ്രേണികളിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടിത്തരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോകൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കൂട്ടുകാർ ഓരോ വീഡിയോയും കൃത്യമായിട്ട് ശ്രദ്ധാപൂർവ്വം കാണുക. വീഡിയോ കണ്ടതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ സമാന്തര ശ്രേണിയിൽ ഒറ്റ മാർക്ക് നിങ്ങൾക്ക് പോവില്ല എന്ന് ഉറപ്പിച്ചോളൂ. എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. എൻ്റെ കൂടെ പോന്നാൽ സമാന്തര ശ്രേണികളിലെ മുഴുവൻ മാർക്ക് നിങ്ങൾ കിട്ടിയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുക. പാർട്ട് 1 കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. കൃത്യമായിട്ട് പാർട്ട് 1 കാണുക, പാർട്ട് 2 കാണുക. ഇനി പാർട്ട് 3, പാർട്ട് 4, പാർട്ട് 5 ഒക്കെ ഈ സമാന്തര ശ്രേണികളിൽ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യനുകൾ നമുക്ക് കടന്നു പോകാനുണ്ട്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ പീഡിയ മാത്തമാറ്റിക്സിന്റെ ഈ സെഷൻ കണ്ട് മനസ്സിലാക്കിയ എല്ലാ കൂട്ടുകാർക്കും പീഡിയ മാത്തമാറ്റിക്സിന്റെ ആശംസകൾ. ഇനി അടുത്ത സെഷനിൽ കാണുന്നവരെ ബൈ.